തിരുമിറ്റക്കോട് ഗ്രാമപഞ്ചായത്ത് ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി, നാഷണൽ ആയുഷ് മിഷൻ എന്നിവയുടെ നേതൃത്വത്തിൽ തിരുമിറ്റക്കോട് ഗ്രാമപഞ്ചായത്തിന്റെയും അഷ്ടാംഗം ആയുർവേദ കോളേജിന്റെയും സഹായത്തോടെ വയോജനങ്ങൾക്കായി സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് നടത്തി. തിരുമിറ്റക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി. സുഹറ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി സീനിയർ മെഡിക്കൽ ഓഫീസർ എ.എസ്. പ്രശാന്ത് വിഷയാവതരണം നടത്തി. പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന പ്രതിജ്ഞയോടെ ആരംഭിച്ച ക്യാമ്പിൽ വാവന്നൂർ ആയുർവേദ കോളേജ് പ്രൊഫസറും HOD-യുമായ CP ധന്യ ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CM മനോമോഹന്റെ അധ്യക്ഷതയിൽ ചാത്തന്നൂർ ഗവൺമെന്റ് LP സ്കൂളിൽ വെച്ച് നടന്ന പരിപാടിയിൽ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രാധിക രതീഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വിപിലേഷ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ബീന, ടി. പ്രേമ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ നടന്ന ക്യാമ്പിൽ മരുന്നുകളുടെ വിതരണവും നടന്നു. അതോടൊപ്പം പ്രാഥമികമായ രക്തപരിശോധന, യോഗ പരിശീലനം എന്നിവയും സൗജന്യമായി നടത്തി. വയോജനങ്ങൾക്ക് വേണ്ടി പദ്ധതി നടപ്പാക്കണം എന്ന് പറയുമ്പോൾ തിരുമിറ്റക്കോട് ഗ്രാമപഞ്ചായത്തിൽ 5 അല്ല 15% അതിൽ കൂടുതൽ നടപ്പാക്കുന്ന രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. സ്നേഹവീടിന്റെ പ്രവർത്തനത്തിൽ തന്നെ നല്ല ഒരു സംഖ്യ നമുക്ക് ആ പ്രവർത്തനത്തിന് ആവശ്യമാണ്. അതോടൊപ്പം തന്നെ അവർക്ക് വേണ്ട എക്സസൈസ് ചെയ്യുന്ന ഉപകരണങ്ങൾ വയോ പാർക്ക് നമ്മളുടെ കറുകപുത്തൂർ പകൽ വീട്ടിൽ സ്ഥാപിച്ചിരിക്കുകയാണ്. 60 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് അവിടെ പോവുകയും നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾക്കൊക്കെ ശമനം കിട്ടുന്നതിന് വേണ്ടിയുള്ള ചെറിയ എക്സസൈസ്, ഇപ്പോൾ പ്രായം കൂടുമ്പോൾ കയ്യിലും കാലിലും ഒക്കെ ഉണ്ടാകുന്ന ചെറിയ വിരക്തിയൊക്കെ മാറ്റുന്നതിന് വേണ്ടിയുള്ള ഉപകരണങ്ങൾ അവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ പറ്റുമെങ്കിൽ ഒരു ദിവസത്തിൽ ഒരു 10 മിനിറ്റ് അരമണിക്കൂറെങ്കിലും അത് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ഒക്കെ നല്ലതാണത്. അതോടൊപ്പം തന്നെ നമ്മൾ ആയുർവേദത്തിന്റെ ഭാഗമായിട്ടും യോഗ പരിശീലനം വയസ്സായുള്ള ആളുകൾക്ക് വന്ന് യോഗ നടത്തുന്ന പ്രവർത്തനങ്ങൾ നടത്തി വരുന്നുണ്ട്. അതുപോലെ തന്നെ ആയുർവേദത്തിന്റെ പേരിലും അലോപ്പതിയുടെ പേരിലും ഒക്കെ നമ്മൾ ക്യാമ്പുകൾ നടത്തുന്നുണ്ട്. ഏറ്റവും കൂടുതൽ വയോജനങ്ങൾക്ക് ഫലപ്രദമാവുക ഈ ആയുർവേദ ക്യാമ്പുകളാണ്. നമ്മളുടെ അലോപ്പതിയൊക്കെ ഒരു കാലം കഴിഞ്ഞ് നമ്മോട് വലിയ പ്രതികരണമില്ല. അതുകൊണ്ട് വേറെ അസുഖങ്ങൾ ഉണ്ടാകുമ്പോൾ ആയുർവേദത്തിൽ നമ്മുടെ ശരീരത്തിന് വേണ്ട മരുന്നുകളും ഒക്കെ നൽകുമ്പോൾ നമ്മുടെ ശരീരത്തിന് അത് വളരെയധികം സുപ്രദമായിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് വയോ ക്യാമ്പ് വെക്കുന്നതിനും വയോജനങ്ങൾക്ക് വേണ്ടിയുള്ള മരുന്നുകൾ സംഘടിപ്പിക്കുന്നതിനും ഒക്കെ നമ്മൾ തയ്യാറായിട്ട് നടത്തുന്നു. ഇപ്പോൾ കഴിഞ്ഞ വർഷം തന്നെ 2-3 വയോജന ക്യാമ്പുകൾ നമ്മൾ നടത്തി. ഈ വർഷം തുടക്കം കുറിച്ച് ഫസ്റ്റ് തന്നെയാണ് ഇവിടെ ആദ്യമായി ഇവിടെ തുടങ്ങുന്നത്. പിന്നീട് അതിൻ്റെ മരുന്നിൻ്റെ ലഭ്യതക്കനുസരിച്ച് നമ്മൾ മാറി മാറി സ്ഥലങ്ങളിൽ ക്യാമ്പുകൾ നടത്തും. അതോടൊപ്പം ഏറ്റവും നല്ല കറുവട്ടുള്ളി നെല്ലിക്കാട്ടിൽ നമ്മുടെ ആയുർവേദ ഹോസ്പിറ്റൽ ഒരുപാട് ആളുകൾ 100-100-ലധികം ആളുകൾ ഒരു ദിവസം വന്ന് മരുന്ന് വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട്. പദ്ധതി വിഹിതമായിട്ട് 10 ലക്ഷം രൂപ നമ്മൾ ഡോക്ടർക്ക് മരുന്ന് വാങ്ങാൻ നൽകുമ്പോൾ അതോടൊപ്പം ഡിപ്പാർട്ട്മെന്റ് മരുന്നും ഒക്കെ അവിടെ നിന്ന് സാധാരണക്കാരായ ആളുകൾക്ക് ഫ്രീ ആയിട്ടാണ് വിതരണം ചെയ്യുന്നത്. അവരുടെ നല്ല ആരോഗ്യത്തിന് ഉപകരിക്കുന്ന മരുന്നുകൾ. അതുപോലെ തന്നെ കിടക്കുന്ന പാലിയേറ്റീവ് മേഖലയുള്ളവർക്കും ആയുർവേദ മരുന്നുകൾ നൽകുകയും പാലിയേറ്റീവിന്റെ മേഖല കൂടി ആയുർവേദം ഉപയോഗിക്കുന്നു എന്നുള്ള രീതിയിലേക്കും എത്തിയിരിക്കുകയാണ്. പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക കടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം, മെയിൻ റോഡ്, പട്ടാമ്പി.